നമസ്കാരം. ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് എന്താണ് സംഭവിച്ചത്? എന്തിനാണ് ജയ് ശ്രീറാം വിളിച്ച് അവർ തെരുവിലിറങ്ങിയത്? ഒരു പ്രതിമാ നിർമ്മാണം ആ രാജ്യത്ത് വർഗീയ കലാപം വിളിച്ചു വരുത്തുകയാണോ? ബംഗ്ലാദേശിന്റെ തലസ്ഥാനമായ ധാക്കയുടെ തെരുവുകളിൽ ആയിരക്കണക്കിന് ആളുകൾ ജയ് ശ്രീറാം മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധവുമായി ഇറങ്ങുന്ന കാഴ്ചകൾ സമീപകാലത്ത് സമൂഹ മാധ്യമങ്ങളിലും വാർത്താ മാധ്യമങ്ങളിലും വ്യാപകമായി പ്രചരിച്ചിരുന്നു. മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷ സമൂഹം ഇത്തരത്തിൽ വലിയ തോതിൽ തെരുവിലിറങ്ങാൻ കാരണമായത് എന്താണ്? ഒരു ക്ഷേത്ര നിർമ്മാണ പദ്ധതി എങ്ങനെയാണ് ദേശീയ തലത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത്? ഇത് വെറും ഒരു പ്രതിമയെ ചൊല്ലിയുള്ള തർക്കമാണോ, അതോ ബംഗ്ലാദേശിലെ മതസ്വാതന്ത്ര്യത്തിന്റെയും ന്യൂനപക്ഷ അവകാശങ്ങളുടെയും വലിയൊരു ചർച്ചയുടെ ഭാഗമാണോ? ഇന്ന് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ബംഗ്ലാദേശിൽ വലിയ വിവാദമായി മാറിയ രാമപ്രതിമ നിർമ്മാണവും അതിനെ തുടർന്നുണ്ടായ പ്രതിഷേധങ്ങളുമാണ്. റിപ്പോർട്ടുകൾ പ്രകാരം വടക്കൻ ബംഗ്ലാദേശിലെ പലാഷ്ബാരി മേഖലയ്ക്ക് സമീപം ഒരു വലിയ ഹിന്ദു ക്ഷേത്ര സമുച്ചയം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പദ്ധതിയുടെ പ്രധാന ആകർഷണം 81 അടി ഉയരമുള്ള ശ്രീരാമ പ്രതിമയായിരുന്നു. അതോടൊപ്പം 50 അടി ഉയരമുള്ള ശ്രീകൃഷ്ണ പ്രതിമയും 30 അടി ഉയരമുള്ള ശിവപ്രതിമയും ഉൾപ്പെടുന്ന ഒരു വലിയ ആത്മീയ സമുച്ചയമാണ് പദ്ധതിയിട്ടിരുന്നതെന്ന് സംഘാടകർ അവകാശപ്പെടുന്നു. ഏകദേശം 22 കോടി ബംഗ്ലാദേശ് ഢാക്ക ചെലവിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി പൂർത്തിയാക്കിയിരുന്നെങ്കിൽ രാജ്യത്തെ ഏറ്റവും വലിയ ഹിന്ദു മതസ്മാരകങ്ങളിൽ ഒന്നായി മാറുമായിരുന്നു. എന്നാൽ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടെ ശക്തമായ എതിർപ്പുകൾ ഉയർന്നു വന്നു. ചില ഇസ്ലാമിക സംഘടനകൾ ഈ പദ്ധതിക്കെതിരെ രംഗത്തെത്തി. ഇത്രയും വലിയ ഒരു ഹിന്ദു പ്രതിമ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ സാമൂഹിക സംഘർഷങ്ങൾക്ക് കാരണമാകുമെന്ന് അവർ വാദിച്ചു. ഇസ്ലാമിക പാരമ്പര്യങ്ങളോട് ഇത്തരം നിർമ്മാണങ്ങൾ പൊരുത്തപ്പെടുന്നില്ലെന്നും ചില സംഘടനകൾ ആരോപിച്ചു. നിർമ്മാണ സ്ഥലത്തും സംഘാടകരുടെ ഭാഗത്തും ഭീഷണികൾ ഉയർന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നു. സ്ഥിതി കൂടുതൽ സങ്കീർണമായതോടെ ക്ഷേത്ര അധികാരികൾ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നിർമ്മാണം താൽക്കാലികമായി നിർത്തിവെച്ചു. എന്നാൽ ഹിന്ദു സംഘടനകൾ ഇതിനെ ശക്തമായി എതിർത്തു. അവരുടെ അഭിപ്രായത്തിൽ നിർമ്മാണം നിർത്തിയത് സുരക്ഷാ കാരണങ്ങളാലല്ല, മറിച്ച് തീവ്രവാദ സ്വഭാവമുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണെന്നാണ്. ഈ ആരോപണമാണ് പിന്നീട് പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചത്. തുടർന്ന് ധാക്ക ഉൾപ്പെടെയുള്ള നഗരങ്ങളിൽ ആയിരക്കണക്കിന് ഹിന്ദുക്കൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി. ടോർച്ച് മാർച്ചുകൾ, മനുഷ്യ ചെങ്ങലകൾ, പൊതുയോഗങ്ങൾ, പ്രകടനങ്ങൾ എന്നിവയിലൂടെ അവർ പ്രതിഷേധം അറിയിച്ചു. നാഷണൽ പ്രസ് ക്ലബ്ബ്, ഷാബാഗ് എന്നിവിടങ്ങളിൽ വലിയ ജനക്കൂട്ടങ്ങൾ ഒത്തുകൂടി. ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങളോടെ അവർ ക്ഷേത്ര നിർമ്മാണം പുനരാരംഭിക്കണമെന്നും മതവികാരങ്ങളെ മാനിക്കണമെന്നും ആവശ്യപ്പെട്ടു. ഇതിനിടയിൽ പ്രതിഷേധം കൂടുതൽ രൂക്ഷമാകാൻ കാരണമായ മറ്റൊരു സംഭവവും പുറത്തു വന്നു. ശ്രീരാമന്റെ ചിത്രത്തെ അപമാനിച്ചു എന്നാരോപിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. ഒരു ചിത്രത്തിന് മുകളിൽ ചെരുപ്പ് വെച്ചതായി കാണിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രചരിച്ചത്. ഹിന്ദു സംഘടനകൾ ഇത് മനഃപൂർവ്വം മതവികാരം വ്രണപ്പെടുത്താനുള്ള ശ്രമമാണെന്ന് ആരോപിച്ചു. സംഭവം വേഗത്തിൽ രാജ്യത്താകമാനം ചർച്ചയായി മാറുകയും പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. തുടർന്ന് വിവിധ ഹിന്ദു സംഘടനകൾ ബംഗ്ലാദേശ് സർക്കാരിന് 72 മണിക്കൂർ അന്ത്യശാസനം നൽകിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ശ്രീരാമന്റെ ചിത്രം അപമാനിച്ചവരെ ഉടൻ അറസ്റ്റ് ചെയ്യുക, സംഭവത്തെക്കുറിച്ച് സ്വതന്ത്ര അന്വേഷണം നടത്തുക, രാമപ്രതിമാ പദ്ധതി പുനരാരംഭിക്കുക, രാജ്യത്തെ ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ന്യൂനപക്ഷ ആരാധനാലയങ്ങൾക്കും സുരക്ഷ ഉറപ്പാക്കുക, ന്യൂനപക്ഷ അവകാശ സംരക്ഷണത്തിനായി ശക്തമായ നിയമ സംവിധാനങ്ങൾ കൊണ്ടുവരിക എന്നിവയാണ് അവരുടെ പ്രധാന ആവശ്യങ്ങൾ. ഈ സംഭവത്തെ വെറും ഒരു ക്ഷേത്ര നിർമ്മാണ വിവാദമായി മാത്രം കാണാനാവില്ല. കാരണം അതിന്റെ പിന്നിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമൂഹങ്ങളുടെ ദീർഘകാല ആശങ്കകളും ചരിത്രപരമായ അനുഭവങ്ങളുമുണ്ട്. ഇന്ന് ബംഗ്ലാദേശിലെ ജനസംഖ്യയുടെ ഏകദേശം 90 മുതൽ 91% വരെ മുസ്ലിങ്ങളാണ്. ഹിന്ദുക്കൾ ഏകദേശം 8% വരും. എന്നാൽ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചരിത്രം വ്യത്യസ്തമാണ്. 1947 വിഭജനത്തിന് മുമ്പ് ഇന്നത്തെ ബംഗ്ലാദേശ് പ്രദേശത്ത് ഹിന്ദുക്കളുടെ ജനസംഖ്യാ വിഹിതം 20% എന്നാണ് വിവിധ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പിന്നീട് രാഷ്ട്രീയ സംഘർഷങ്ങൾ, മതപരമായ ആക്രമണങ്ങൾ, സ്വത്ത് തർക്കങ്ങൾ, കുടിയേറ്റം, സാമൂഹിക അസ്ഥിരത തുടങ്ങിയ കാരണങ്ങളാൽ ഹിന്ദു ജനസംഖ്യയുടെ അനുപാതം ക്രമേണ കുറഞ്ഞു വന്നു. ന്യൂനപക്ഷ അവകാശ സംഘടനകൾ പറയുന്നത് ഇന്നും നിരവധി ഹിന്ദു കുടുംബങ്ങൾ ഭൂമി കയ്യേറ്റം, ക്ഷേത്രങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ, സാമൂഹിക സമ്മർദ്ദം തുടങ്ങിയ പ്രശ്നങ്ങൾ നേരിടുന്നുവെന്നാണ്. ഈ പശ്ചാത്തലത്തിലാണ് രാമപ്രതിമ വിവാദം കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത്. ഹിന്ദു സമൂഹത്തിന് ഇത് വെറും ഒരു പ്രതിമയുടെ പ്രശ്നമല്ല, ബംഗ്ലാദേശിൽ തങ്ങൾക്കുള്ള മതസ്വാതന്ത്ര്യത്തിന്റെയും സാംസ്കാരിക അവകാശങ്ങളുടെയും അംഗീകാരവുമായി ബന്ധപ്പെട്ട വിഷയമാണെന്നാണ് അവരുടെ നിലപാട്. ഇതിനൊപ്പം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധവും ഈ വിഷയത്തിൽ പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. വർഷങ്ങളായി ബംഗ്ലാദേശിലെ ഹിന്ദു, ബുദ്ധ, ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോഴെല്ലാം ഇന്ത്യ ആശങ്ക പ്രകടിപ്പിക്കുകയും അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ധാക്കയോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
അതുകൊണ്ട് തന്നെ രാമപ്രതിമ വിവാദവും ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന വിഷയങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ ഇത് വെറും ബംഗ്ലാദേശിന്റെ ആഭ്യന്തര വിഷയം മാത്രമല്ല, മറിച്ച് ദക്ഷിണേഷ്യയിലെ മതസ്വാതന്ത്ര്യത്തിന്റെയും ന്യൂനപക്ഷ അവകാശങ്ങളുടെയും പ്രശ്നം കൂടിയാണ്. ഇന്ത്യയിൽ 2019 നടപ്പിലാക്കിയ പൗരത്വ ഭേദഗതി നിയമം അഥവാ CAA ഈ ചർച്ചകൾക്ക് കൂടുതൽ രാഷ്ട്രീയ മാനങ്ങൾ നൽകുന്നുണ്ട്. പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ മതപീഡനം നേരിടുന്ന ഹിന്ദു, സിഖ്, ബുദ്ധ, ജൈന, പാഴ്സി, ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം നൽകാനുള്ള സംവിധാനമാണ് CAA എന്ന് ഇന്ത്യ വാദിക്കുന്നുണ്ട്. എന്നാൽ ബംഗ്ലാദേശിലെ ചില രാഷ്ട്രീയ ശക്തികളും ഇസ്ലാമിക സംഘടനകളും ഈ നിയമത്തെ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ലെന്ന ഒരു സന്ദേശം ലോകത്തിന് നൽകാനുള്ള ശ്രമമായാണ് ചിലർ ഇതിനെ വിമർശിക്കുന്നത്. ഇതിനിടെ ബംഗ്ലാദേശിന്റെ ആഭ്യന്തര രാഷ്ട്രീയവും വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി രാജ്യത്ത് ഭരണകക്ഷിയും പ്രതിപക്ഷവും തമ്മിലുള്ള കടുത്ത രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ നടക്കുകയാണ്. തെരഞ്ഞെടുപ്പുകളെ ചൊല്ലിയുള്ള വിവാദങ്ങൾ, ജനാധിപത്യ അവകാശങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ, സാമ്പത്തിക വെല്ലുവിളികൾ, സാമൂഹിക അസ്വസ്ഥതകൾ എന്നിവ രാജ്യത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൂടുതൽ സങ്കീർണമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ന്യൂനപക്ഷ സമൂഹങ്ങളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകളും ഉയരുന്നുണ്ട്. വിവിധ മനുഷ്യാവകാശ സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നത് രാഷ്ട്രീയ അസ്ഥിരത വർദ്ധിക്കുന്ന സമയങ്ങളിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പലപ്പോഴും കൂടുതൽ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതായാണ്. ചില നിരീക്ഷകർ പറയുന്നത് രാജ്യത്തിനകത്തെ തീവ്ര ഇസ്ലാമിക സംഘടനകൾക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ സാമൂഹികവും രാഷ്ട്രീയവുമായ സ്വാധീനം ലഭിക്കുന്നുണ്ടെന്നും അതിന്റെ പ്രതിഫലനം ന്യൂനപക്ഷ സമൂഹങ്ങളുടെ ജീവിതത്തിലും കാണാനാകുന്നുണ്ടെന്നുമാണ്. അതേസമയം ബംഗ്ലാദേശ് സർക്കാർ ഈ ആരോപണങ്ങളെ ശക്തമായി നിഷേധിക്കുന്നുണ്ട്. ഭരണഘടന എല്ലാ പൗരന്മാർക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പു നൽകുന്നുണ്ടെന്നും മതസ്വാതന്ത്ര്യം രാജ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണെന്നും സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങൾ അനുസരിച്ച് ജീവിക്കാനും ആരാധന നടത്താനും അവകാശമുണ്ടെന്നാണ് സർക്കാരിന്റെ നിലപാട്. എന്നാൽ വിമർശകർ ഉയർത്തുന്ന ചോദ്യം മറ്റൊന്നാണ്. നിയമപരമായ ഉറപ്പുകൾ മാത്രം മതിയോ? രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹങ്ങൾ യഥാർത്ഥത്തിൽ സുരക്ഷിതരാണെന്ന് അവർക്ക് തോന്നുന്നുണ്ടോ? ക്ഷേത്രങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ, ഭൂമി കയ്യേറ്റ ആരോപണങ്ങൾ, മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന സംഭവങ്ങൾ എന്നിവ ഫലപ്രദമായി തടയപ്പെടുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ബംഗ്ലാദേശിലെ മതസൗഹാർദ്ദത്തിന്റെയും ന്യൂനപക്ഷ അവകാശങ്ങളുടെയും ഭാവിയെ നിർണ്ണയിക്കാൻ പോകുന്നത്. രാമപ്രതിമ വിവാദം അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്ര നിർമ്മാണ പദ്ധതിയെക്കുറിച്ചുള്ള തർക്കം മാത്രമല്ല, ബംഗ്ലാദേശിന്റെ സാമൂഹിക ഘടനയെയും ജനാധിപത്യ മൂല്യങ്ങളെയും പരീക്ഷിക്കുന്ന ഒരു പ്രധാന സംഭവമായാണ് പല നിരീക്ഷകരും ഇതിനെ കാണുന്നത്. എന്നാൽ വിമർശകർ ചോദിക്കുന്ന ചോദ്യം മറ്റൊന്നാണ്. ഭരണഘടനാപരമായ അവകാശങ്ങൾ മാത്രം മതിയോ? ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണെന്ന് അവർക്ക് സ്വയം തോന്നേണ്ടതില്ലേ? അവരുടെ ആരാധനാലയങ്ങൾക്കും സാംസ്കാരിക ചിഹ്നങ്ങൾക്കും മതിയായ സംരക്ഷണം ഇന്നും ലഭിക്കുന്നുണ്ടോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ബംഗ്ലാദേശിന്റെ ഭാവി സാമൂഹിക സൗഹാർദ്ദത്തെ നിർണ്ണയിക്കുക. രാമപ്രതിമ വിവാദം ഇന്നൊരു നിർമ്മാണ പദ്ധതിയെക്കുറിച്ചുള്ള തർക്കത്തെക്കാൾ വലിയ വിഷയമായി മാറിയിരിക്കുകയാണ്. ഇത് മതസ്വാതന്ത്ര്യം, ന്യൂനപക്ഷ അവകാശങ്ങൾ, സാമൂഹിക സഹവർത്തിത്വം, ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തം, ദക്ഷിണേഷ്യയിലെ മതരാഷ്ട്രീയം എന്നിവയെക്കുറിച്ചുള്ള വലിയ ചർച്ചയുടെ ഭാഗമാണ്. ഇനി അടുത്ത ഏതാനും ദിവസങ്ങളിൽ ബംഗ്ലാദേശ് സർക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഹിന്ദു സംഘടനകളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുമോ? ക്ഷേത്ര നിർമ്മാണം വീണ്ടും ആരംഭിക്കുമോ? അതോ പ്രതിഷേധങ്ങൾ കൂടുതൽ വ്യാപിക്കുമോ? ഈ ചോദ്യങ്ങൾക്ക് ഇനിയും വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്. ധാക്കയിലെ തെരുവുകളിൽ മുഴങ്ങിയ ജയ് ശ്രീറാം മുദ്രാവാക്യങ്ങൾ ഒരു പ്രതിമയെക്കുറിച്ചുള്ള ആവശ്യം മാത്രമല്ല, ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമൂഹങ്ങളുടെ സുരക്ഷ, അവകാശങ്ങൾ, മതസ്വാതന്ത്ര്യം എന്നിവയെക്കുറിച്ചുള്ള വലിയൊരു സന്ദേശമായാണ് പലരും അതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിവാദം ബംഗ്ലാദേശിന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തെ മാത്രമല്ല, ദക്ഷിണേഷ്യൻ മേഖലയിലെ മതരാഷ്ട്രീയ ചർച്ചകളെയും വരും കാലങ്ങളിൽ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? എന്തായിരുന്നാലും കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.